വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ ഇപ്പൊ അമ്മയുടെ മോനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചേനെ. നാണവും മാനം കിട്ട വകകള് തന്നെ. ഇത് കൂടുതലൊരു നാണക്കേട് ഉണ്ടാകാനുണ്ടോ? ഇനി എന്തോ തന്നെ എങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഇത്രയും പ്രതാപമൊന്നും ഇല്ലെങ്കിലും നമുക്കും ഉണ്ടല്ലോ ഒരു കൂര. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഒന്ന് കാണണം. ഭാഗ്യം. അമ്മ ഇത് എന്ത് ഭാവിച്ച വെറുതെ ഒച്ചയിട്ട് ആളെ കൂട്ടാനാ? അറിയട്ടടേ, ആരറിഞ്ഞാലും ഈ ഭാഗ്യത്തിന് ഇനി ഒന്നുമില്ല. അമ്മ ഒന്ന് ചുമ്മാതിരിക്കെ. അച്ഛൻ അവിടെ വിഷമിച്ചിരിക്കുക. അതിന്റെ കൂടി ഉണ്ടായ നാണക്കേട്ടിന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറഞ്ഞല്ലെങ്കിൽ ഈ ഭാഗ്യം പിന്നെ ജീവിച്ചിരിക്കുന്നെന്തിനാ? അമ്മേ വിടുകയല്ലേ? വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. ഇതിനാണോ എന്റെ കുഞ്ഞിനെ ഒപ്പം കൊണ്ട് നടന്നത്? എന്തിനും ഏതിനും അജയ അജയ എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നല്ലോ. ഇത്രയ്ക്ക് ദുഷ്ടത്തിന് മനസ്സ് വെച്ചുണ്ടായിരുന്നല്ലോ ചിരിയും കളിയൊക്കെ. എന്റെ കുഞ്ഞിന്റെ മനസ്സ് പൊടിയുന്നത് എനിക്കറിയാം. ആരും മനഃപൂർവ്വം ചെയ്തതല്ലോ ഭാഗ്യലക്ഷ്മി. എങ്ങനെ ചെയ്തതായാലും എന്റെ കുഞ്ഞിന്റെ മനസ്സിനേറ്റ കേട് ഈ ജന്മത്ത് മാറുവോ? ഇത്രയും കൊമ്പത്തെ തറവാട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എന്റെ മോനും കിട്ടും നല്ലൊരു ബന്ധം. ഈ ഭാഗ്യം വിചാരിച്ച അതിന് കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ഈ ഭാഗ്യം വന്ന് എല്ലാരെയും ക്ഷണിക്കും. അന്ന് ഉണ്ണാൻ വന്നേക്കണം. അമ്മേ, എന്താ അമ്മ ഇപ്പൊ പോ. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തിനാടാ പിന്നീടാക്കുന്നത്? ഞാനല്ലേ പറയുന്നത്. അമ്മ ഇപ്പൊ പോ. എന്റെ നെഞ്ചിലെത്തി. അച്ഛനെ വേദനിപ്പിച്ച അമ്മയുടെ നെഞ്ചിലെത്തി അണയോ? അമ്മയൊന്ന് പോയേ. ചെല്ലേ.
എന്റെ കുഞ്ഞെ, നിങ്ങളിൽ ആർക്കു നൊന്താലും അച്യുതന്റെ നെഞ്ചുപിടയും. അച്ഛാ, എനിക്ക് വിഷമൊന്നുമില്ല. ഇളയിടം തിരുമേനി പറഞ്ഞത് ഞാൻ നിന്നോട് പറയരുതായിരുന്നു. എല്ലാ വേദനയും ഈ വയസ്സൻ തന്നെ സഹിച്ചാൽ മതിയായിരുന്നു. അച്ഛാ, അപർണേ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇങ്ങനെ മൂടിയായിട്ടിരിക്കാതെ. നീ ഇനി എന്നാ കോളേജിലേക്ക്? ഞങ്ങളിന്ന് പൊയ്ക്കോട്ടെ. എന്തായാലും ഇത്രയും പെർഫോമൻസ് വേണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തുന്നാ? ഏതൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടത്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിച്ച് ജീവിതകാലം മൊത്തം അടുക്കള കഴിച്ചു കൂട്ടണമെന്നാണോ നീ പറയണത്? ദ്രൗപതിമാരും ഗാന്ധാരിമാരും ഒക്കെ അങ്ങ് കഥയില്. ഇപ്പൊ കിരൺ വേദിയെയും മേധാ ഭട്കറേയും പോലെയുള്ളവരെ ആവശ്യം. വല്ല കയ്യൂക്കൊള്ളവനും വന്ന് കെട്ടുമ്പോ ഈ തോന്നലൊക്കെ അങ്ങ് മാറിക്കോളൂ. പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടും കൂടിയാ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ള രണ്ടുപേർ തമ്മിൽ നേരത്തെ അറിയുന്നതിൽ എന്താ തെറ്റ്? നിന്റെ പപ്പയുടെ 50 ലക്ഷം കാറും മോഹിച്ചു വരുന്നവന്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ വരാടാ. അവൾ ആകെ മൂഡ് ഓഫ് ആയി. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു വന്നേയല്ലേ. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. മൂവന്തിക്ക് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ എഴുന്നേറ്റ് പോയി ഒന്ന് കുളിക്കുകയെങ്കിലും ചെയ്യും. ഓ, അല്ലെങ്കിൽ ഇന്നിത്തിരി ക്ഷീണം കൂടും. അത്രയ്ക്ക് നല്ല സ്വീകരണമല്ലായിരുന്നോ പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടിയത്? ആട്ടിപ്പായിച്ചിട്ടും പോരാതെ അവിടെ കിടപ്പല്ലേ രണ്ടെണ്ണം. നിങ്ങളെപ്പോലെ തന്നെ നാണമില്ല. വലിയ തറവാട്ടുകാരാണത്രേ. പെൺകുട്ടികളെ അടക്കം ഒതുക്കായിട്ട് വളർത്തണം. പെരപ്പുറത്ത് കയറിയിരുന്ന് കൂവാനല്ല അവരെ പഠിപ്പിക്കേണ്ടത്. അതെ അതെ, അല്ലെങ്കിലേ അതിന്റെ ദോഷം എന്നെ പോലുള്ളവർക്കാ. ഞാൻ ഇതുപോലെ മര്യാദ കേട്ടല്ല വളർന്നത്. എന്റെ അച്ഛൻ എന്നോട് നിങ്ങളെ കെട്ടാൻ പറഞ്ഞു, ഞാൻ കെട്ടി. ഞാനെന്ന് വളരെ സുന്ദരനായിരുന്നു. സുന്ദരൻ അതുകൊണ്ടൊന്നും അല്ല, അനുസരണ, അതാ കാര്യം. അപ്പൂട്ടി അവളുടെ മനസ്സിനുള്ളിൽ തുറന്നു പറഞ്ഞു. എന്തൊരു പുന്നാര പേര് അപ്പൂട്ടി. ഇള്ള കുട്ടിയല്ലേ. എല്ലാരുടെ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് പെണ്ണിനെ വഷളാക്കി. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ഭാഗ്യം.
എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? അമ്മ ചെയ്തത് ഒട്ടും ശരിയായില്ല. ചടങ്ങ് തീരും വരെ അവിടെ നിൽക്കാമായിരുന്നു. എന്തിനാ? അവിടെ തല്ലും കൂടി വാങ്ങിക്കാനോ? കേട്ടിടത്തോളം കൊണ്ട് തന്നെ തൃപ്തിയായി. എന്തു പറഞ്ഞു അമ്മേ? എടാ, പച്ച മലയാളത്തിലല്ലേ അവള് പറഞ്ഞത് അവൾക്ക് നിന്നെ വേണ്ടെന്ന്. പിന്നെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണോ? അപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ എന്തോ പറഞ്ഞെന്ന് വെച്ച് നമ്മളത് കാര്യാക്കണോ? അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ നമുക്കവളെ? ശരിയാ. അച്ഛനും എടുത്തു ചാടി ഇങ്ങനെ പോന്നില്ലേ? അച്ഛന്റെ വീടല്ലേ അത്? അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോ ആഗ്രഹമില്ലായിട്ടല്ല മോനെ, നിന്റെ അമ്മയുടെ പിറകെ നടന്ന് ശീലിച്ചുപോയി. ശീലിച്ചതേ പാലിക്കുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ. ഇത് കണ്ടാ കല്യാണം കഴിക്കണം എന്നുള്ള ആശ തന്നെ ഇല്ലാണ്ടാവും. ആഹാ, അപ്പൊ കുറ്റം എന്റെ തലയിൽ ഇരിക്കട്ടെന്ന്. കുറ്റം പറഞ്ഞതല്ലമ്മേ. അങ്ങനെ പൊട്ടിച്ചെറിയാൻ പറ്റുന്നൊരു ബന്ധമാണോ നമുക്ക് ആ വീടുമായുള്ളത്? മുത്തശ്ശൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കേട്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവില്ല. മുത്തശ്ശന്റെ വിഷമം എനിക്കറിയൂ. ഓ, എന്ത് വിഷമാ? ഒക്കെ അഭിനയ. അമ്മയ്ക്ക് അങ്ങനെ തോന്നൂ. പക്ഷേ എനിക്കറിയാം മുത്തശ്ശന്റെ മനസ്സിന്റെ നീറ്റൽ. എന്താ അമ്മേ? നിന്റെ ഇപ്പോഴത്തെ ഓരോ രീതികൾ കാണുമ്പോ അമ്മയ്ക്കൊരു പേടി. അയ്യോ, അത്രയ്ക്ക് ഭീകരാന്റെ മുഖം. തമാശ വേണ്ട. എപ്പോഴും ബൈക്കിൽ കയറിയുള്ള നിന്റെ പോക്കും മൊബൈൽ ഫോണും വില കൂടിയ ഉടുപ്പുകളും. നീ മാറുകയാണോന്ന് അമ്മയ്ക്കൊരു ഭയം. അതെ, ഇതൊക്കെ ആരാ എനിക്ക് വാങ്ങി തന്നത്? എന്റെ അമ്മയല്ലേ? വിട്, ഇതൊന്നും കണ്ട അമ്മ മയങ്ങില്ല. എന്റെ അമ്മേ, അമ്മയല്ലാതെ മറ്റാരാ എനിക്ക് ഈ ലോകത്തുള്ളത്? അമ്മയ്ക്ക് നീയല്ലാതെ ആരുമില്ല. നിന്നെയും വയറ്റിലിട്ട് എന്തു വേണോന്നറിയാതെ, എവിടേക്ക് പോണോന്നറിയാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്നൊരു സമയമുണ്ട്. എല്ലാവരും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തപ്പോ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ അഭയം തന്നത് പൂന്തോട്ടത്തുകാരാ. തീർത്താ തീരാത്ത കടപ്പാടുണ്ട് നമുക്ക് അവരോട്. എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ അമ്മേ? എന്നാലും മരണം വരെ അമ്മ ഇത് പറയും. മോനറിയാലോ, അപ്പൂട്ടിക്ക് ഞാൻ പോറ്റമ്മയല്ല, പെറ്റമ്മയാ. എനിക്കവള് മകളെപ്പോലെ തന്നെയാ. ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ? അതിനിപ്പം മാറ്റമൊന്നും വന്നില്ലല്ലോ. വരരുത്. അതിനു വേണ്ടിട്ടാ അമ്മ ഓരോ നിമിഷവും നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ ചില പ്രവൃത്തികൾ കാണുമ്പോ അമ്മയ്ക്ക് തോന്നും നീ പൂന്തോട്ടത്തിൽക്കാരെക്കാളും മുകളിലാണെന്ന്. അതൊരിക്കലും ഉണ്ടാവരുത്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു? എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യരുത്. അത്രേ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഈശ്വരനെ വിചാരിച്ചു കിടന്നോ.
അച്ഛാ, സോറി അച്ഛാ. സോറി വക്കീലേ. എന്തിന്? ഞാൻ അച്ഛനെ വേദനിപ്പിച്ചേന്. എത്ര എളുപ്പം കഴിഞ്ഞു. വേദനിപ്പിച്ചത്രേ. എനിക്ക് വേദനിച്ചില്ല. അങ്ങനെ വേദനിക്കാനും മാത്രം ഒരു സ്ഥാനം നിന്റെ മനസ്സിൽ എനിക്കില്ലെന്ന് സമാധാനിക്കുകയാണ് ഞാൻ. അത് മനസ്സിലാക്കാൻ ഇത്രയും കാലം എടുത്തു എന്നുള്ളത് എന്റെ വിഡ്ഢിത്തം. അച്ഛൻ എത്ര വഴക്ക് പറഞ്ഞാലും കേൾക്കാൻ ഒരുങ്ങി തന്നെയാ ഞാൻ വന്നത്. അച്ഛൻ പറഞ്ഞോളൂ. അച്ഛന്റെ മനസ്സിന് അങ്ങനെ ശാന്തി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. അച്ഛാ, ഇപ്പൊ ഒരു അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ എനിക്കാവില്ല. മകളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ അച്ഛനും. ഞാൻ അച്ഛനെ ധിക്കരിച്ചു എന്ന് അച്ഛന് തോന്നി. അച്ഛൻ എന്നെ ചീറ്റ് ചെയ്തു എന്ന് എനിക്കും. നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലെ പിണക്കം മാറ്റിവെച്ച് അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അച്ഛന്റെ വക്കീൽ പണിയുടെ കാര്യം ഞാനീ പറയുന്നേ. എന്നോടുള്ള പിണക്കം കൊണ്ട് അച്ഛനിത് വേണ്ടാന്ന് വെക്കരുത്. ഒരുപാട് പേരും പെരുമയും അച്ഛന് കിട്ടേണ്ടതാ. അതിലേറെ പേരും പെരുമയും ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് എന്റെ പൊന്നുമോൾ ഉണ്ടാക്കി തന്നല്ലോ. അത് തന്നെ ധാരാളം. ഈ ജീവിതത്തിൽ എനിക്കിനി മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീരട്ടെ. പറഞ്ഞോളൂ അച്ഛാ, മനസ്സിന്റെ ഭാരം അങ്ങനെയെങ്കിലും കുറയട്ടെ. നീ ഒന്ന് പോയേ. ഞാനൊരല്പസമയം ഒറ്റയ്ക്കിരിക്കട്ടെ. വക്കീൽ പണിക്ക് പോകാന്നൊരു വാക്ക് തന്നാ ഞാൻ അപ്പോഴേ പോവാം. നീ വിവാഹത്തിന് സമ്മതം തന്നാൽ